അസ്സലാമു അലൈക്കും. സുബഹി ബാങ്ക് കേൾക്കും മുമ്പേ അന്ന് മാഷി ഉണർന്നു. രാത്രി വൈകിക്കിടന്നെങ്കിലും ആ ക്ഷീണമൊന്നും അവളെ ബാധിച്ചില്ല. അവളുടെ അനക്കം അറിഞ്ഞെന്ന പോലെ കുഞ്ഞുമോൻ അവളുടെ മാറിലേക്ക് ഒന്നുകൂടി പതുങ്ങി. വിശക്കുന്നുണ്ടാവും. അവൾ വേഗം എഴുന്നേറ്റിരുന്നു. മോനെ മടിയിലേക്ക് എടുത്തു വെച്ച് പാല് കൊടുത്തു. ഒന്ന് വിശപ്പടങ്ങിയപ്പോൾ അവൻ വീണ്ടും ഉറക്കം പിടിച്ചു. മെല്ലെ അവനെ കട്ടിലേക്ക് എടുത്ത് കിടത്തി അരികിലൊരു തലയണം വെച്ച് കൊടുത്ത് അവൾ കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് വന്നതും അവൾ വേഗം നിസ്കാരത്തിലേക്ക് കടന്നു. തഹജ്ജുദ് കഴിഞ്ഞതും ബാങ്ക് വിളിച്ചിരുന്നു. സുബഹി നിസ്കരിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞൊരു യാസീനും കൂടി ഓതിയിട്ടാണ് പിന്നെ അവൾ അടുക്കളയിലേക്ക് നടന്നത്. വല്ലാത്തൊരു കുളിർമ തോന്നുന്നു മനസ്സിന്. പുതിയ ഇടം എല്ലാം കൊണ്ടും നല്ലതാക്കി തരണേ റബ്ബേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. പിന്നെ വർക്ക് ഏരിയയിൽ ചെന്ന് അടുപ്പിലേക്ക് ചെറിയ വിറകുകൾ വെച്ച് ബിസ്മി ചൊല്ലി തീ കത്തിച്ചു. പാൽപാത്രം അടുപ്പിലേക്ക് എടുത്തു വെച്ച് അത് തിളച്ചു വരുന്നത് നോക്കി ആകാംക്ഷയോടെ നിന്നു. തിളച്ചു പൊന്നു വന്ന പാലിലേക്ക് ഒരു കയ്യിൽ കൊണ്ട് മെല്ലെ ഇളക്കി അതിലൽപ്പം മധുരവും ചേർത്ത് മക്കൾക്ക് വേണ്ടി ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു. ബാക്കിയുള്ളതിൽ അല്പം ചായപ്പൊടി ചേർത്ത് തിളപ്പിച്ച് അതും വാങ്ങിവെച്ചു. പിന്നെ ഒരു കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പിലേക്ക് എടുത്തു വെച്ചു. മക്കളെ കുളിപ്പിക്കാൻ എടുക്കാം. വെള്ളം മാറി പനി പിടിച്ചാലോ? കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം. ഒന്ന് ഇണങ്ങി വരട്ടെ അവൾ ചിന്തിച്ചു. പള്ളിയിലേക്ക് നടക്കുന്നേരം ഔട്ട് ഹൗസിലേക്ക് കണ്ണൊന്ന് പാഞ്ഞിരുന്നു ജുനൈസിൻ്റെ. അകത്ത് കാണുന്ന നേരിയ വെട്ടം. സുബഹിക്ക് ആ വീട് ഉണർന്നെങ്കിൽ നല്ല ആളുകളാവും. അവൻ വെറുതെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് നടന്നത്. എന്നും ഈ പള്ളിയിലേക്കുള്ള നടത്തം പതിവാണ്. ഉപ്പാക്ക് രാവിലത്തെ തണുപ്പ് പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെയാണ് സുബഹി. ആ സമയം മോളെ നോക്കാൻ ഉപ്പയെ ഏൽപ്പിക്കും. അതുകൊണ്ട് സമാധാനത്തിൽ പള്ളിയിൽ പോയിട്ട് വരാം. പള്ളിയിൽ നിന്നും തിരികെ വരുമ്പോഴും എതിർവശത്തെ വീട്ടിലേക്ക് അവൻ്റെ കണ്ണൊന്ന് പാളി. അടുക്കളയിലെ പുകക്കുഴയിൽ നിന്നും നേരിയ പുക ഉയരുന്നുണ്ട്. അവനിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ വീട്, തൻ്റെയും തൻ്റെ നെയ്ഷുവിൻ്റെയും സ്വർഗം. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇക്കാ, നേർത്തൊരു സ്വരം അവനെ വന്ന് പൊതിയും പോലെ. അന്ന് നെയ്ഷുവിൻ്റെ ഓർമ്മയിലാണ് ജുനൈസ് വീട്ടിലേക്ക് നടന്നത്. റൂമിലെത്തി ഉപ്പയിൽ നിന്ന് മോളെ വാങ്ങി തോളിലേക്ക് കിടത്തി. ഇങ്ങനെ കുറച്ചു നേരം വെച്ചോണ്ട് നടന്നാൽ ഒരു അരമണിക്കൂർ കൂടി ഉറങ്ങും അവൾ. ആ സമയം തനിക്ക് വിലപ്പെട്ടതും. മോളെ ഉറക്കി തൊട്ടിലിൽ കിടത്തി അവൻ്റെ പതിവ് പണികളിലേക്ക് കടന്നു. 7 മണി കഴിഞ്ഞതും മാഷി മക്കളെ വിളിച്ചുണർത്തി. 1-2 വിളിയിൽ മോൾ എഴുന്നേറ്റപ്പോൾ മുസമ്മിനെ ഉണർത്താൻ അല്പം പാടുപെട്ടു അവൾ. മാമ വന്നതിൽ പിന്നെ മുസമ്മ പഴയ മുസമ്മ ഒന്നുമല്ല. ഇപ്പോൾ ഇച്ചിരി ചട്ടമ്പത്തിരൊക്കെയുണ്ട് കയ്യിൽ. അവനെ വാരിയെടുത്ത് ഇക്കിളിയാക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആൾ കണ്ണു തുറന്നത്. പിന്നെ ഇത്താത്തയും അനിയനും കൂടെ പല്ല് തേക്കാൻ ഒരു മത്സരം തന്നെ നടന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ചൂടുവെള്ളം കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചു മാഷി. 2 പേരെയും കുളിപ്പിച്ച് തലയും തോർത്തി മുണ്ടും മുടിപ്പിച്ച് ഹാളിൽ കൊണ്ട് വന്നിരുത്തി അവൾ. ഫ്ലാസ്കിൽ നിന്നും പാലെടുത്ത് 2 കപ്പിലേക്ക് ഒഴിച്ച് കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് ഹാളിലേക്ക് വരുമ്പോഴേക്കും ഇന്നലത്തെ യാത്രയിൽ മുസമ്മു കാണാത്ത കാഴ്ചകൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയായിരുന്നു മോള്. അവർക്ക് കഴിക്കാനും കൊടുത്ത് മോനെ എടുത്ത് എണ്ണ തേച്ച് കുറച്ചു നേരം കിടത്തി. ഇപ്പോൾ അല്പാൽപ്പം നീന്താൻ തുടങ്ങിയിട്ടുണ്ട് ആൾ. കയ്യിൽ കൊടുത്ത കിലുക്കം മെല്ലെ തട്ടി ശബ്ദമുണ്ടാക്കി. അത് നോക്കി ചിരിക്കുന്നത് കാണുമ്പോൾ ഹൃദയം അത്രയും നിറഞ്ഞു പോവും. കുറച്ച് സമയം അവൻ്റെ കളിയും നോക്കിയിരുന്നു മാഷി. പിന്നെ അവനെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ഇട്ടുകൊടുത്തു. ഇപ്പോൾ കുറച്ച് ആഹാരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കായ ഉണക്കി പൊടിച്ച് അതിൽ പാലും കൽക്കണ്ടവും ചേർത്ത് നേർപ്പിച്ച 2 നേരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വായിലേക്ക് വെക്കുന്നത് ഇറക്കാതെ പുറത്തേക്ക് തുപ്പാൻ പഠിച്ചിട്ടുമുണ്ട് ആൾ. ആദ്യമൊക്കെ മടി കൂടാതെ കുടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് മടിയാണ് കുടിക്കാൻ. എങ്കിലും എങ്ങനെയെങ്കിലും അല്പമെങ്കിലും ആ കുഞ്ഞു വയറിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾ. അവൾക്കൊപ്പം മക്കളും കൂടി അവനെ കളിപ്പിക്കുന്നുണ്ട്. ചിരിവച്ചുകൾ മതിൽക്കെട്ടുകൾ കടന്ന് പുറത്തേക്കെത്തി. ഗാർഡനിൽ നിന്നിരുന്ന ജുനൈസിൻ്റെ ചെവിയിലും കുഞ്ഞു ചിരികൾ മുഴങ്ങി തുടങ്ങി. ജുനൈസേ, ഉപ്പയാണ്. അവൻ തിരിഞ്ഞു നോക്കി. കൂടെ ഉമ്മയുമുണ്ട്. എന്താ ഉപ്പ, നമുക്ക് പുതിയ താമസക്കാരെ പരിചയപ്പെടണ്ടേ? നീ കൂടി വരുന്നുണ്ടോ അപ്പുറത്തേക്ക്? ഉപ്പ അവനെ ക്ഷണിച്ചു. ഞാൻ പിന്നെ വരാം ഉപ്പ നിങ്ങളിപ്പോൾ പോയിട്ട് വാ. അലസമായി പറയുന്നവൻ്റെ തോളിൽ തട്ടി ഉപ്പ ഒന്ന് മുന്നോട്ട് നടന്നു. കൂടെ അവരും. മക്കൾക്ക് ആഹാരവും കൊടുത്ത് മോനെ ഉറക്കി അടുക്കളയിലേക്ക് നടന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്.
ഒന്ന് ഞെട്ടിയിരുന്നു മാഷി. ആരാണാവോ പഠിച്ചോനെ? പിന്നെ വേഗം വന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ ഉമ്മയാണ്. അത് കണ്ടതും അവളൊരു ചിരിയോടെ വാതിൽ തുറന്നു. വരൂ, കയറി വരൂ. ഹൃദ്യമായി തന്നെ അവരെ സ്വീകരിച്ചു. ഞാൻ മാത്രമല്ല മോളെ, ഇതേ ഉപ്പയുമുണ്ട് കൂടെ, അവർ പിന്നിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അവൾക്ക് മുന്നിലേക്ക് വന്നത്. അയാൾക്കും കൂടി ഒരു ചിരി നൽകി അകത്തേക്ക് ഒന്നുകൂടി ക്ഷണിച്ചു അവൾ. കുറഞ്ഞ സംസാരങ്ങൾ കൊണ്ട് തന്നെ മാഷിയെ അവൾക്ക് ഇഷ്ടമായി. വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമൊക്കെ അവർ അവളോട് ചോദിച്ചു മനസ്സിലാക്കി. ഇതിനിടയിൽ അവർക്ക് വേണ്ടി അവൾ ജ്യൂസ് കൊണ്ടു കൊടുത്തിരുന്നു. ഉമ്മ ഒരു സംസാരപ്രിയയാണ്. അദ്ദേഹം ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കും. എങ്കിലും അവരെ രണ്ടുപേരെയും അവൾക്കിഷ്ടമായി. അടുക്കളയും റൂമുമൊക്കെ ഒന്ന് കണ്ണോടിച്ച് അവളെ ഒന്ന് വിലയിരുത്തിയ ശേഷമാണ് അവർ പോകാൻ എഴുന്നേറ്റത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്നിരുന്നു. ഒരു ചെറിയ സമ്മാനവും അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇടയ്ക്ക് വീട്ടിലേക്ക് വരണട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങി. അവർ പോകുന്നത് നോക്കി അവൾ ചെറുചിരിയോടെ വാതിൽപ്പടയിൽ തന്നെ നിന്നു. അവിടുന്ന് നോക്കിയാൽ ഭംഗിയുള്ള പൂന്തോട്ടമാണ് കാണാൻ പറ്റുക. ഒരുപാട് മരങ്ങൾ നിശ്ചിത അകലങ്ങളിൽ മനോഹരമായ രീതിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. തണൽ നിറച്ച് അവയെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമ തോന്നുന്നുണ്ട്. അപ്പോഴാണ് അവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ താൻ ഇപ്പോഴാണല്ലോ ഫ്രണ്ട് ഡോർ തുറന്നൊന്ന് പുറത്തേക്കിറങ്ങിയത്. അവളുടെ കണ്ണുകൾ വീണ്ടും ആ പച്ച പുൽത്തകളിലേക്ക് നീണ്ടതും അവിടെ ആരും നടക്കുന്ന പോലെ. കയ്യിലൊരു കുഞ്ഞുണ്ടല്ലോ. 2 മക്കൾ എന്നല്ല ഉമ്മ പറഞ്ഞത്? അതും പഠിക്കുന്ന കുട്ടികൾ. ഈ കുഞ്ഞ് പിന്നെ ആരുടേതാണ്? ഉമ്മച്ചി. പിറകിൽ നിന്നും മോളുടെ കൊഞ്ചൽ. വേഗം തിരിഞ്ഞു നോക്കി. എന്താടാ? അവൾ സ്നേഹത്തോടെ തിരിക്കി. വാ ഉമ്മച്ചി, ഇവിടെ വന്നിരിക്കെ. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മോള് വീണ്ടും കുഞ്ഞ്. അപ്പോഴേക്കും മുഖം വീർപ്പിച്ചു. അയ്യാ, ഇത് എൻ്റെ ഉമ്മച്ചിയാ. 3 ആളുടെ ഉമ്മച്ചിയാണല്ലോ. പ്രശ്നം പരിഹരിക്കാൻ എന്നപ്പോൾ അവൾ പറഞ്ഞു. എന്നിട്ടും അവൻ്റെ മുഖം തെളിഞ്ഞില്ല. അവനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ നേരം വീണ്ടും ആ തണലിലേക്ക് ഒന്ന് കൂടെ അവളൊന്ന് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. ഉവൈസ്ക, മോളെ മാഷി നമ്മുടെ കൂടെ വിടുമോ? 2-3 ദിവസം കൊണ്ട് നെഞ്ചിൽ വല്ലാത്ത ഭാരം പോലെ. മോളുടെ ഉമ്മ വിളിയെന്ന് കേൾക്കാതെ. തെറ്റാണെന്നറിയാം, എങ്കിലും അവൾ വേദനയോടെ പറഞ്ഞു നിർത്തി. അവൻ അവളെ നെഞ്ചിലേക്ക് അണച്ചുകൂട്ടി. ആരില്ലെങ്കിലും ഞാനില്ലേടി നിൻ്റെ ഒപ്പം. ഇനി മാഷിയുടെ തീരുമാനം എന്തു തന്നെയായാലും നമ്മൾ അംഗീകരിക്കണം സുഹൈല. കാരണം നമ്മളെക്കാൾ വേദന ആ പെണ്ണ് അനുഭവിക്കുന്നുണ്ട്. ഉള്ളിൽ വേദന തികട്ടുന്നുണ്ടെങ്കിലും അവൾക്ക് സമാധാനമേകിയവൻ. സുഹൈല, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? മുഖവരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ. എന്ത് കാര്യാ ഇതുവരെ ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുള്ളേ? അവളുടെ നിഷ്കളങ്കമായ മറുപടിയിൽ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുണ്ട് ചേർത്ത് ഉവൈസ്. നമുക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കാണിച്ചാലോ? ഇരുവർക്കും ഒരു കുഴപ്പം ഒരു ടെസ്റ്റിലുമില്ല. എന്നിട്ടും പഠിച്ചു നമ്മളെ പരീക്ഷിക്കുന്നത് സുഖമുള്ളൊരു സന്തോഷത്തിനാണെങ്കിൽ വൈകിയുള്ള സന്തോഷം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക വേണ്ടി ചെയ്യണ്ടേ? കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലിലില്ല, ഒരു കുഴപ്പമില്ല എന്ന വാക്കുകൾ ആവർത്തിക്കപ്പെട്ടു. പിന്നെ എന്തുകൊണ്ടാണ്? മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകവേ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയില്ല അവർക്ക്. എറണാകുളത്തൊരു ആയുർവേദ ചികിത്സയുണ്ടെന്ന് മാഹിൻ പറഞ്ഞു. അവളുടെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവനെ അറിയുന്ന ആരും അവിടെ ഉണ്ടെന്ന്. അവിടെ 1 മാസം നിന്നുള്ള ചികിത്സയാണ് 2 പേർക്കുള്ളത്. ഞാൻ വേറെ വഴിയിലും അന്വേഷിച്ച് നോക്കി. നല്ല അഭിപ്രായമാണ് ആശുപത്രിയെ പറ്റി. നീ എന്തു പറയുന്നു സുഹൈല? നമുക്ക് പോയാലോ? ഇവിടെ നിന്നൊരു മാറ്റം വേണമെന്നുണ്ട് എനിക്ക്. ചികിത്സ കഴിഞ്ഞാലും നമുക്ക് വേറൊരു വീട് എടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ പെണ്ണിനെ വെന്തിരിക്കുക ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. അവൻ്റെ മനസ്സിലുള്ളത് അവളിലേക്ക് കൂടി പകർന്നു അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. ഒരുപാട് നാളായി പറയാൻ വെച്ചത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൾക്കും സമാധാനം. ഈ വീട്ടിൽ നിന്ന് മാറാൻ തനിക്കും ആഗ്രഹമുണ്ട്. മാഷി പോയി കഴിഞ്ഞ് പകരം വന്നവൾ അത്ര നല്ലതൊന്നുമല്ലെന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായതാണ്. പക്ഷേ ആരോടാണ് മനസ്സ് തുറക്കേണ്ടത് എന്ന് അറിയാതെ ഉള്ളിൽ ഒതുക്കി. മോളെന്നൊരു ലോകത്തേക്ക് മാത്രം മനസ്സിനെ ഒതുക്കി നിർത്തും. പലതും കണ്ടിട്ടും കാണാത്ത പോലെ. ഇപ്പോൾ വിധി പോലെ ഇക്ക തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു, ഇവിടുന്ന് മാറി താമസിക്കാം എന്ന്. അപ്പോൾ ഉമ്മയോ? ഇത് ഉമ്മാൻ്റെ വീടല്ലേ? പോരാത്തതിന് ഖൈസും അവൻ്റെ ഭാര്യയും ഇല്ലേ? സാധാരണ നമ്മൾ മാറാനുള്ള സമയമൊക്കെ കഴിഞ്ഞതാ. പിന്നെയും ഇവിടെ പിടിച്ചു നിന്നത് കുടുംബത്തെ ഓർത്ത് മാത്രമാ. എല്ലാവരെയും ഒപ്പം കഴിയാലോ എന്ന് ചിന്തിച്ചിട്ടാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു
ഒന്ന് മാറി നിൽക്കണമെന്ന്. ഉപ്പാനോടൊന്ന് സംസാരിക്കണം എത്രയും വേഗം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ഉവൈസ്. അവളുടെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു. ഇതുപോലൊരു വർത്താനം മുമ്പുണ്ടായിട്ടില്ല. തൻ്റെ വീട്ടിലേക്ക് പോലും ഒരു ദിവസത്തിൽ കൂടുതൽ തങ്ങാത്ത ആളാ. സ്വന്തം വീട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നീ കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ആള് പോവുകയും ചെയ്യും. തിരികെ വരണമെന്ന് പറയുമ്പോൾ വിളിക്കാൻ വരും. തീർത്തും ഒരു പാവമാണ് ഉവൈസിക്ക. കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ ഒരു ചിരിയാൽ നോക്കിയവൾ മെല്ലെ അവനെ ഒന്ന് പുണർന്നു. രാത്രിയിൽ ഉമ്മച്ചി പറയുന്ന കഥകൾ കേട്ടുകൊടുക്കാണ് മോളും മുസമ്മും. കുഞ്ഞുമോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെ ചുമരിനോട് ചേർത്ത് കിടത്തും, അല്ലെങ്കിൽ തൊട്ടിയിൽ കിടത്തും. അത് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരും ഉമ്മച്ചിക്ക് അപ്പുറവും ഇപ്പുറവും ആയി കിടന്നിരിക്കും. വാവ ഉറങ്ങുന്നത് വരെ രണ്ടാളും ഉറങ്ങാതെ കിരിക്കും ഉമ്മച്ചിയുടെ കഥ കേൾക്കാൻ. ഇന്നവൾ പറഞ്ഞ കഥ മക്കളില്ലാത്തൊരു ഉമ്മയുടെയും ഉപ്പയുടെയും കഥയായിരുന്നു. അതിന് പിന്നിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ മാഷിക്ക്. മോളെ കൂട്ടാൻ നാളെ അവൾ ഉപ്പച്ചി വരും. അപ്പോൾ വരുന്നില്ല എന്നൊക്കെ ആള് പറഞ്ഞാൽ അവർക്ക് വിഷമായാലോ. 4 വയസ്സാകാൻ പോണെങ്കിലും പലതും പെട്ടെന്ന് ഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് മോള്. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിക്കുക, ഇതിൽ ഉപ്പച്ചിയും ഉമ്മയും മോളും അല്ലേ എന്ന്. അതെന്ന് പറഞ്ഞ മാഷി നാളെ ഉപ്പച്ചി കൂട്ടാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമുണ്ട് മുഖത്ത്. പക്ഷെ വേഗം തന്നെ അത് മാറി സങ്കടം നിറഞ്ഞു. മാഷിയുടെ മുഖം പിടിച്ച് ഉമ്മ വെച്ച് തുടങ്ങിയിരുന്നു അവള്. മുസമ്മു കഥ പകുതിയായതേ ഉറക്കം പിടിച്ചിരുന്നു. വാവയും മുസമ്മവും ഉമ്മച്ചിയും കൂടെ വരണം അവൾ നിർബന്ധം പിടിച്ചു. മാഷി അവളെ ആശ്വസിപ്പിച്ചു. സ്കൂളിലൊക്കെ പോയി കൂട്ടുകാരെയൊക്കെ കാണണ്ടേ പൊന്നെ. സ്കൂൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉപ്പച്ചി മോളെ അവിടെ കൊണ്ടാക്കൂട്ടോ. പുതിയ ക്ലാസ്സിലെത്തുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഉമ്മച്ചി ഇവിടെയുള്ള സ്കൂളിൽ ചേർക്കുമ്പോൾ എന്നും ഇവിടെ നിൽക്കാട്ടോ. ഒരുവിധം അവളെ പറഞ്ഞ് മനസ്സിലാക്കി മാഷി. അവളെ ചുറ്റിപ്പടിച്ച് ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിക്കണ്ണിൽ അല്പം നനവ് പടർന്നിരുന്നു. മാമാ ഗാർഡനിലെ സിമൻറ്റ് ബെഞ്ചിൽ മോളെയും കൊണ്ടിരിക്കുന്നേരം അടുത്തു നിന്നൊരു കുഞ്ഞു സ്വരം കേട്ട് ജുനൈസിന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു കുഞ്ഞു മോളും അതിന് ചെറിയൊരു മോനും കയ്യിലെ ഒരു ചെറിയ തൂക്കുപാത്രവും ഒക്കെ കാണുന്നുണ്ട്. അവനിന്ന് ചിരിച്ച് രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചു. പുതിയ താമസത്തിന് വന്ന കുട്ടികളാവും. അപ്പോഴേക്കും കയ്യിലെ തൂക്കുപാത്രം അവന് നേരെ നീട്ടി അവള്. ഇതേ പായസാണ്, എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയതാ. ആരെ ബർത്ത്ഡേയാ മോളെ ഇന്ന്? മോളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. അയ്യേ ബർത്ത്ഡേ അല്ല, ഇന്നേ എൻ്റെ ഉപ്പാപ്പ മരിച്ചു പോയിന്ന്. അതിൻ്റെ ദിവസാ. ഉമ്മച്ചി പറഞ്ഞു യാസീൻ ഓതിയതാ ഉമ്മച്ചി, അതിനാ പായസം വെച്ചത്. മുസമ്മു അവൾക്ക് പിറകെ ഒളിഞ്ഞു നിന്ന് അവനെയും കയ്യിലെ കുഞ്ഞിനെയും നോക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വാവ ഞങ്ങൾ വീട്ടിലുണ്ടല്ലോ. അവൻ കയ്യിലെ മോളെ ചൂണ്ടി അവൾ പറഞ്ഞു. പെണ്ണുവാവയല്ലാതെ ആണുവാവയാ. മുസമ്മുവിനെ പോലെ പിറകിൽ നിൽക്കുന്നവനെ പിടിച്ച് മുന്നോട്ട് നിർത്തി അവളെ പറഞ്ഞു. ആദ്യമായി കണ്ട ഒരാളോട് ഇങ്ങനെ മിണ്ടോ കുഞ്ഞുങ്ങൾ? അവളുടെ വർത്തമാനങ്ങൾ കേൾക്കെ അവനെപ്പോൾ അതാണ് ചിന്തിച്ചത്, ഒപ്പം അത്ഭുതവും. മനസ്സൊന്ന് കുളിർന്നു പോയി അവൻ്റെ. ഈ വീട്ടിലെ വീർപ്പുമുട്ടലിൽ ഇതുപോലെ തന്നോടൊന്ന് സംസാരിക്കാൻ ആരാണ്? ആരുമില്ല. ദിവസം ഉപ്പയോട് എന്തെങ്കിലുമൊക്കെ മിണ്ടുമെങ്കിലും ഒരു സന്തോഷം ഈ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. മാമാ ഇതേ ഇങ്ങോട്ട് നോക്കിയേ. പിന്നെ ചിന്തകളിൽ നിന്നും ആ കുഞ്ഞു ശബ്ദം വീണ്ടും അവൻ്റെ ശ്രദ്ധ ആകർഷിക്കാനെന്ന പോലെ വീണ്ടും വിളിച്ചു. എന്തേ? അവൻ ഒരു ചിരിയോടെ ചോദിച്ചു. ഈ പെണ്ണുവാവയെ എനിക്ക് തരുമോ? എനിക്ക് പെണ്ണുവാവയെ ഇഷ്ടം. ഉമ്മച്ചിൻ്റെ വാവയെ മാമാക്ക് തരാം. കുഞ്ഞ് ഫ്രോക്കൊക്കെ ഇട്ട് വിരലും കടിച്ചു കിടക്കുന്ന കുഞ്ഞു പെണ്ണിനെ നോക്കി അവൾ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. മുസമ്മൂന് അനിയൻ വാവയുണ്ട്, എനിക്ക് പെണ്ണുവാവയില്ല. നിഷ്കളങ്കമായി അവളുടെ പറച്ചിൽ കേൾക്കെ എൻ്റെ കുഞ്ഞിന് കൂട്ടിന് ഉമ്മ പോലും ഇല്ലല്ലോ എന്ന് ഓർത്തുപോയി ജുനൈദ്. മാമ ഞാൻ എൻ്റെ ഉമ്മ കൊടുക്കട്ടെ വാവയ്ക്ക്? വീണ്ടും വിടാൻ പറ്റില്ല എന്ന പോലെ അവൾ വീണ്ടും ചോദിച്ചു. കയ്യിലെ തൂക്കുപാത്രം അരികിലെ ബെഞ്ചിൽ വെച്ച് അവൻ അവിടെ ഇരുന്നു. വാ. അവളെ അടുത്തേക്ക് വിളിച്ച് കൈകൊണ്ട് മോളെ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞിക്കവളിൽ അമർത്തി ഉമ്മ വെച്ചു അവൾ. എന്ത് രസാ മുസമ്മു, നീ ഉമ്മ കൊടുക്കുന്നോ? പിന്മാറും മുമ്പേ ഒരുമ്മ കൂടെ കൊടുത്തുകൊണ്ട് മുസമ്മുവിനോട് തിരക്കി അവൾ. മുസമ്മു നാണത്തോടെ വേണ്ടെന്ന് തലനക്കി. ഞങ്ങൾ പോവാട്ടോ, ഉമ്മച്ചി തിരക്കും. മുസമ്മുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ ഈ പാത്രം എപ്പോഴാണ് വേണ്ടേ? നിങ്ങൾ വാ, ഞാനിത് ഒഴിച്ച് വെച്ചിട്ട് ഇതുകൂടി തന്നിവിടാം. തിരിഞ്ഞു നടന്നവരെ തിരികെ വിളിച്ചു കൊണ്ടവൻ അകത്തേക്ക് നടന്നു. ഒന്ന് മടിച്ചിട്ടാണെങ്കിലും രണ്ടുപേരും അവനെ പുറകിൽ നടന്നു. മോളെ ഹാളിലെ സോഫയിൽ കിടത്തി രണ്ടുപേരെയും നോക്കാൻ ഏൽപ്പിച്ചു കൊണ്ടവൻ അടുക്കളയിൽ കയറി. പായസം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. പിന്നെ അത് കഴുകി ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ് എടുത്ത്
കയ്യിലെ പാത്രത്തിലേക്കിട്ട് അതടച്ചു വെച്ച് ധൃതിയിൽ ആളിലേക്ക് വരുമ്പോൾ നാണക്കാരൻ മുസമ്മു എന്തൊക്കെയോ മോളോട് പറയുന്നുണ്ട്. അവൻ്റെ ഇത്താത്ത മോളുടെ കുഞ്ഞിക്കൈ തലോടി അരികത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു. നിങ്ങൾ കുറച്ചുകൂടെ നേരം ഇവിടെ നിൽക്കുന്നോ? വാവയെ കളിപ്പിക്കാലോ. ഉമ്മച്ചി വഴക്ക് പറയോ? അവർക്ക് കുറച്ചു നേരം കൂടി അവിടെ നിൽക്കാൻ ആഗ്രഹം തോന്നി. ഒന്ന് മിണ്ടി പറയാൻ വല്ലാതെ കൊതി തോന്നി അവന്. ഇന്നിവിടെ ആരുമില്ല, പുറത്തിവിടെ പോയിട്ടുണ്ട്. ഇനി രാത്രിയിൽ നോക്കിയാൽ മതി. അതും ഒരു ആശ്വാസമാണ്. ഒന്ന് സ്വസ്ഥമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നടക്കാലോ. ഇല്ലെങ്കിൽ മുറുമുറുപ്പുകളും മുഖം കൊട്ടലുകളും കണ്ട് മനസ്സ് തന്നെ മടുത്തു പോകും ഇവിടം. അവൻ പ്രതീക്ഷയോടെ ആ കുഞ്ഞു മുഖങ്ങളിലേക്ക് നോക്കി. ഞാനേ ഉമ്മച്ചീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരട്ടെ. ഉമ്മച്ചി തിരിക്കും. ഇവിടെ ഇരിക്കാനും കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാനൊക്കെ തോന്നുന്നെങ്കിലും ഉമ്മച്ചിയുടെ മുഖം ഓർമ്മ വന്നതും അവൾ എവിടെ നിന്നും എഴുന്നേറ്റു. എന്ന് ചോദിച്ചിട്ട് വായോ. അഥവാ ഉമ്മച്ചി പോകണ്ടെന്ന് പറഞ്ഞാൽ വഴക്കിഴന്ന് പോവണ്ടട്ടോ. കുഞ്ഞു മക്കളല്ലേ, അവർ ചിലപ്പോൾ വാശി പിടിച്ചാലേ എന്ന് കരുതി അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ ഇതിൽ രണ്ടാക്കും കുറച്ച് ചോക്ലേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം മോളുടെ കയ്യിലേൽപ്പിച്ചവൻ അവർക്കൊപ്പം പുറത്തേക്ക് നടന്നു. അനിയൻ്റെ കൈയും പിടിച്ച് സൂക്ഷിച്ചു നടക്കുന്നവളെ അവനും കൗതുകത്തോടെ നോക്കി നിന്നു. ഏതൊരു പെൺകുട്ടിക്കുള്ളിലും ഒരു ഉമ്മയുണ്ട്, പ്രായവ്യത്യാസമില്ലാതെ. മക്കളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി മാഷി. അവരിത് എന്തൊടുക്കിയ അവിടെ? വഴിയിലേക്ക് കണ്ണുകൾ കൊണ്ട് പദ്ധതി അവൾ. പുറത്തെവിടെയും കാണാനില്ല. അകത്താവും ചിലപ്പോൾ. ഇനി വല്ല കുസൃതി ഒപ്പിക്കോ? അവർക്ക് ഇഷ്ടക്കേട് വല്ലതും ഉണ്ടാക്കോ? ആകെ അസ്വസ്ഥമായി അവളുടെ മനസ്സ്. മോൻ്റെ കരച്ചിൽ കേട്ടതും അവൾ വേഗം അകത്തേക്ക് നടന്നു. തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നതാണ് അവൻ. എഴുന്നേൽക്കാൻ സമയമായിട്ടില്ല. ഉറങ്ങാൻ തെളിഞ്ഞില്ലെങ്കിൽ ആ ഇഷ്ടക്കേട് നിർത്താതെയുള്ള കരച്ചിലാണ് അവസാനിക്കാറ് എന്നോർത്തതും അവൾ മെല്ലെ തൊട്ടിലാട്ടിക്കൊടുത്തു. ഒന്ന് ചുണങ്ങിയെങ്കിലും വീണ്ടും വിരലുകൾ വായിലേക്ക് വെച്ച് മെല്ലെ കണ്ണുകൾ അടച്ചു. അവനെ ഉറക്കി മാഷി മക്കളെ നോക്കാൻ ഇറങ്ങുമ്പോഴേക്കും അവർ എത്തിയിരുന്നു. പോകാൻ മടി കാണിച്ച രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് കയറി വന്നത്. അതില്ലേ ഉമ്മച്ചി, ഞങ്ങളെ അവിടുത്തെ വാവാനെ കണ്ടു. നല്ല സുന്ദരി വാവയാ. കണ്ണുകൾ വിടർത്തി വാവയുടെ ചേലൊക്കെ പറഞ്ഞ് അവളെ കിന്നാരം പറഞ്ഞു തുടങ്ങി. വാവയുടെ കൈ പിടിച്ചതും ഉമ്മ വെച്ചതും ചോക്ലേറ്റ് കിട്ടിയതുമൊക്കെ ഒന്നും വിടാതെ പറയുന്നുണ്ട്. കൂടെ മുസമ്മുവും അവൾക്ക് മറന്നാതെ ഓർത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഉമ്മമ്മ അവിടെ ഇല്ലായിരുന്നോ? ഇല്ല, അവരൊക്കെ എവിടെ പോയതാന്ന മാമ പറഞ്ഞത്. ഉപ്പച്ചിയെപ്പോലെയുണ്ട്, നല്ല ചിരിയാ മാമാക്ക്. ഞങ്ങളോട് പറയാ വാവനെ കളിപ്പിക്കാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കുന്നുവെന്ന്. ഇല്ലേ മുസമ്മോ? ഉമ്മച്ചി വഴക്ക് പറയില്ലെങ്കിൽ കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ പോയിക്കോട്ടെ ഉമ്മച്ചി. മാഷി ചുറ്റി പിടിച്ചുകൊണ്ട് രണ്ടുപേരും അവളെ നോക്കി. ഇപ്പോൾ രാത്രി ആവാറായില്ലേ മോളെ, ഇനി പിന്നൊരു ദിവസം പോവാട്ടോ. ഇനിയും പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നാലേ ഉമ്മുസുബിയാൻ വരും. ഉമ്മുസുബിയാനെ അറിയില്ലേ? കുട്ടികളൊക്കെ ഈ നേരം പുറത്തിറങ്ങി നടന്നാലേ കുട്ടികളെ മേത്തൊക്കെ കയറാനുള്ളൊരു ചെയ്ത്താനാണ് ഉമ്മുസുബിയാനെ. അപ്പോൾ പിന്നെ രാത്രി മുസമ്മ കിടന്ന് കരച്ചിലാവും. ഇനി അവിടുത്തെ ഉമ്മമ്മ ഒക്കെ ഉള്ളപ്പോൾ പകൽ വാവനെ കാണാൻ കൊണ്ടുവിടാട്ടോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടമായില്ലെങ്കിലും രണ്ടുപേരും തലകുലുക്കി. മോളും മെല്ലെ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. ഗാർഡൻ്റെ ഓരത്തെ ഒരുവൻ കണ്ണുകൾ പായിച്ച് നിൽപ്പുന്നുണ്ടായിരുന്നു. എന്ന് ഞാൻ പറഞ്ഞിട്ട് വരാട്ടോ ഉമ്മച്ചി. വാവയെ കളിപ്പിക്കാൻ പിന്നെ ഒരു ദിവസം വരാന്ന്. ഒന്നുകൂടെ അവളെ കാണാൻ കൊതി വന്ന പോലെ മോളൊന്ന് കൊഞ്ചി. വേഗം വരണട്ടോ മോളു. വിടാൻ മനസ്സില്ല എങ്കിലും അവളുടെ നിഷ്കളങ്ക മുഖത്ത് നോക്കി വേണ്ട എന്ന് പറഞ്ഞില്ല മാഷി. മുസമ്മിനെ കൂടെ കൊണ്ടുപോ, ഒറ്റയ്ക്ക് പോകണ്ട. ഉമ്മച്ചി ഇവിടെ തന്നെ നിൽക്കൂട്ടോ. പെട്ടെന്ന് വരണം. നിർദ്ദേശങ്ങൾ നൽകി അവൾ പോകുന്നത് നോക്കി ഒരാദിയോടെ അവൾ നിന്നു. ചുറ്റുമുള്ള ഒന്നിനെയും വിശ്വാസമില്ലാത്ത കാലം അവൾക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിഞ്ഞുള്ളൂ. അവന് നേരെ ഓടിയെടുക്കുന്ന മക്കളെ കണ്ടപ്പോൾ അവരിലേക്ക് അവൻ നടന്നെടുത്തു. മനുഷ്യനെ കാണാത്ത ഏതോ ദ്വീപിൽ അകപ്പെട്ട് കിടന്ന് കാലങ്ങൾക്ക് ശേഷം ഒരാളെയെങ്കിലും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സുപോലെ അവനും സന്തോഷിച്ചു. മാമ, ഉമ്മച്ചി പറഞ്ഞു ഇനി ഒരു ദിവസം വിടാന്ന്. രാത്രി ആവാനായില്ലേ? ഈ നേരത്തെ പുറത്തിറങ്ങിയാലേ ഉമ്മസിബാൻ വന്ന് പിടിക്കും കുട്ടികളെ. പിന്നെ മുസമ്മ രാത്രി കരച്ചിലുണ്ടാവും. ഉമ്മച്ചി വിഷമിക്കും. അതെന്താ മോളെ ഉമ്മുസിബിയാൻ? അത് മണ്ണിൽ നിന്ന് വരുന്നൊരു ഭൂതാ. കൊച്ചു കുട്ടികളില്ലേ, അവരെ ഈ രാത്രി മഗ്‌രിബിൻ്റെ നേരം പുറത്തിറങ്ങി കളിച്ചാൽ അവർ പേടിപ്പിക്കും. ഉമ്മച്ചി പറഞ്ഞു തന്നതാ. അത് കേട്ടതും അവൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ചിരിയൊന്നൊതുക്കി വീണ്ടും അവളെ നോക്കി. ഞങ്ങൾ പകൽ വരാട്ടോ. വീണ്ടും ഉറപ്പ് കൊടുത്തു. കാലുകൾ ഉന്തി കയ്യിലെ കുഞ്ഞിനെ അവൾ എത്തി നോക്കി. ഉറങ്ങിയില്ലേ വാവ?
ഇത്താത്ത പിന്നെ വരാവേ. വീണ്ടും ഒരു ഉമ്മ കൂടി കൊടുത്ത് അവൾ ഓടി വന്നു. എൻ്റെ മക്കൾ ചെന്നോ? സ്നേഹത്തോടെ അവരെ മടക്കി അയച്ചവൻ. അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ സന്ധ്യകളിലെ ഈ നടത്തം കഴിഞ്ഞ് മോൾക്ക് രാത്രി കരച്ചിലുള്ള കാര്യം അവൻ ഓർത്തെടുത്തു. ഇനി ഈ മക്കൾ പറഞ്ഞ പോലെ അങ്ങനൊരു ചെയ്ത്താനുണ്ടോ? പിന്തിരിഞ്ഞ് ചിരിയോടെ നടന്നു പോകുന്ന കുഞ്ഞുമക്കളെ അരുമയോടെ നോക്കി അവനും വേഗത്തിൽ മോളെയും നെഞ്ചോട് ചേർത്ത് അകത്തേക്ക് കയറി. ഇനി ഈ നേരത്തെ മോളെ പുറത്തിറക്കേണ്ട അവൻ തീരുമാനിച്ചു. ഒരു പക്ഷേ നേഷു ഉണ്ടെങ്കിൽ അവളും ഇതുപോലെ പറയുമായിരുന്നു. മക്കളെക്കുറിച്ചുള്ള ആദി എന്നും ഉമ്മമാർക്ക് തന്നെയാണല്ലോ. തിരികെ എത്തി ഉമ്മച്ചിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ നടന്നു രണ്ടുപേരും. നാളെ ഉപ്പച്ചി വരുന്നുണ്ട്, മാഷി മോളോട് പറഞ്ഞു. ഞാൻ പോകില്ല. പോടുന്നുടനെ വന്നു അവളുടെ മറുപടിയും. കൊണ്ടുപോകാനല്ല, ഇവിടെ 2 ദിവസം നിന്നിട്ട് പോകുമെന്ന്. അവർക്ക് പുതിയ വാവയെ മതിയെന്ന്. നീ ഉമ്മച്ചിക്കൊപ്പം നിന്നാൽ മതിയെന്ന്. എനിക്ക് പെണ്ണുവാവയെ മതിയെന്ന് പറയണം, അപ്പുറത്തെ വാവയെപ്പോലെ. അവളുടെ കണ്ണുകൾ തിളങ്ങി. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.